വേറിട്ട കാഴ്ചകളുള്ള പണ്ഡിതനാണ്. സംഘാടനം അറിയുന്ന നേതാവാണ്. കാണുന്നതാണ് അവർക്കുള്ള ശിഷ്യഗണങ്ങളായി. ലോകം മുഴുക്കെ ഉള്ളതാണ് ഉലമാക്കളായി. 10,000-കണക്കിന് ഉണ്ടാ ശൃംഖല. അതുകൊണ്ട് ഉസ്താദിന്റെ മുഖവും ലങ്കല. ബഹുഭാഷ പണ്ഡിതനാണ്, വലിയൊരു ആലിമ. പഠനാർഹമുള്ള പ്രസംഗമോ ഗംഭീരമാ. അതിരറ്റ ഇസ്സത്താണ് ഉലമാഇന്നും നേടിക്കൊടുത്തത് സോദര അവരിന്നും. സത്യം തുറന്ന് പറഞ്ഞ് ആരുടെ മുമ്പിലും നിലനിൽക്കുവാൻ നട്ടല് നൽകി നമ്മിലും. അവർക്കുണ്ട് ദീർഘദൃഷ്ടിയും എന്തിനും, അതുപോലെ തന്നെ വിശാലമാ മനസ്സിനും. മണ്ണാണെടുത്തത് എങ്കിലും അത് പിന്നെ പൊന്നായി മറിഞ്ഞു വരുന്നത് അത്ഭുതം തന്നെ. മർക്കസ് കോംപ്ലക്സിന് എന്തൊരു ഭംഗിയാ. ചളിമുങ്ങി പൊങ്ങി കിടന്നിരുന്നൊരു ഭൂമിയാ. അത് പിന്നെ തങ്കം പോലെയായി വന്നില്ലേ. ഉസ്താദിനുള്ള ദീർഘദൃഷ്ടിയുമല്ലേ. അത് കോഴിക്കോടിൻ ഏറ്റവും അഭിമാനമാ. പ്രസ്ഥാനത്തിനതുകൊണ്ട് വലിയൊരു നേട്ടമാ. അവർക്കിന്ന് തുല്യം നിൽക്കുവാൻ ആളുണ്ടോ? സുഹൃത്തുക്കളെ കരുത്തുള്ള നേതാവുണ്ടോ? വർഷം 50-ലധികമായി തദ്രീസ. അവിടുത്തെ മുമ്പിൽ ശിഷ്യരും ജലീസ. തസ്നീഫ് ചെയ്തിട്ടുണ്ട് നിരവധി ഗ്രന്ഥവും. കാണുന്നതാണ് അതിനുള്ളിലെല്ലാം രത്നവും. അത് വിവിധ ഭാഷയിൽ തന്നെ ഇന്ന് ലഭ്യമാ. റബ്ബിന്റെ തൗഫീഖാണിതെല്ലാം വ്യക്തമാ. അവർക്കുള്ള ജീവൻ തന്നെയാണ് മർക്കസും. അത് നൽകി നമ്മിൽ എത്രമാത്രം അന്തസ്സും. ഇന്നുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ എത്രയാ. സഹിച്ചുള്ള ത്യാഗം മുഴുവനും ഒരു ഓർമ്മയാ. കൂരമ്പ് പോലെ തന്നെ വന്നു എതിർപ്പുകൾ. നിറപുഞ്ചിരിയിൽ മാഞ്ഞതാണ് ഷറുകൾ.